ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം വാസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. മാഷാ അല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ കുറേ കാലമായി, 2-3 മാസത്തിലധികമായി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട്. ഉപ്പ മരിച്ചതിന് ശേഷം പിന്നെ ഞാനങ്ങനെ വീഡിയോ ഒന്നും കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇൻഷാ അല്ലാ എല്ലാം ഒന്നും ഇങ്ങോട്ട് ശരിയാക്കി കൊണ്ടുവരണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ തന്നെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെങ്ങനെ നേരിടണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിലൂടെയായിരുന്നു നമ്മളിപ്പോൾ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉപ്പാൻ്റെ മരണം, അത് കഴിഞ്ഞിട്ടുണ്ടായ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നും നമുക്കങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ മൂഡൊക്കെ വേറെ ലെവലിലായിരുന്നു. അപ്പോൾ നമ്മൾ മൂഡ് മാറിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മളെ വീട്ടിൽ മൊത്തം കാണുമല്ലോ. ഒരു വീട്ടമ്മൻ്റെ മനസ്സിനനുസരിച്ചായിരിക്കും ആ വീടെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമായിട്ടോ. നമ്മൾ നല്ല മൂഡിലിരിക്കുകയാണെങ്കിൽ നമ്മളെ വീടും നല്ല മൂഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ വലിയ ഒരു സുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീടും മൊത്തം അലമ്പായിട്ട് കിടക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. ഫാനും കാര്യങ്ങളൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇപ്പോൾ റെഡ് അലർട്ടും കാര്യങ്ങളായിട്ട് കുറച്ച് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവരൊക്കെ കൂട്ടിയിട്ട് വീട് മൊത്തത്തിലൊന്നും അങ്ങോട്ട് ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ. ഓരോ റൂമും ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നമ്മളെ പണികൾ കൂടുതൽ നടക്കില്ല. അപ്പോൾ മോനെയും കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് മക്കൾക്ക് ലീവും കൂടിയുള്ള ദിവസമായതുകൊണ്ട് അതങ്ങോട്ട് മാക്സിമം മുതലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് വീഡിയോ കുറേ ഞാൻ എടുത്ത് വെച്ചിട്ടൊന്നിട്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ആൾക്കാർ. നമ്മളൊരു പണിയെടുക്കുമ്പോഴേക്കും ആകെ അലമ്പാക്കും, കച്ചറാക്കും. പിന്നെ വിചാരിച്ച മൈൻഡ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം ഞാൻ ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ കട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് റിയമോളാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബെഡ്റൂമൊക്കെ ഒരുക്കിയിടുക, ബെഡ്ഷീറ്റ് വെച്ചിടുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരെങ്ങോട്ട് സോപ്പിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നടക്കും. പിന്നെ അവർ ഫോണുമ്പോൾ കുറേ നേരം ഇരുന്ന് കളിക്കുന്നതിൽ നിന്ന് ഒരു മാറ്റവും ആയിക്കോളുമല്ലോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ വീഡിയോ എടുത്ത് നിന്നിട്ടില്ല. ഇപ്പോൾ നമ്മളെ വീട്ടിൽ പണിക്കാരുണ്ട് കേട്ടോ. മുന്നത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇവിടെ പണിക്കാരൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാൻ്റെ മരണവും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ പണിയൊക്കെ അവിടെ തൽക്കാലം നിർത്തി വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 മാസങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കേട്ടോ. ഉപ്പാക്കും ഉമ്മാക്കും പണിക്കാരെ നന്നായിട്ട് സൽക്കരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു രീതിയാണ് ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ ഉപ്പുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ഉപ്പ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് കാണരുത് എന്ന് വിചാരിച്ചിങ്ങോട്ട് ഞാനിപ്പോൾ ഇന്ന് അവർക്ക് നല്ല പോലെ ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെങ്ങാണ്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇന്നിപ്പോൾ പണീൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇനിയിപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിലും നമ്മളിടയ്ക്ക് അവർക്ക് നല്ല നല്ല ഫുഡൊക്കെ തന്നെയാണ് കൊടുക്കല് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മുന്നേ നമ്മൾ അറിയാവുന്ന ടീംസാണ് കേട്ടോ. നല്ല സഹകരണമൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരെ നല്ല രീതിയിൽ സൽക്കരിക്കേണ്ടത് നമ്മളെയും കൂടി ബാധ്യതയാണല്ലോ. നമ്മൾ കൂലി കൊടുത്തിട്ട് നിർത്തുന്ന പണിക്കാരാണെങ്കിലും അവർ നമ്മൾ വിളിക്കണ കറക്റ്റ് സമയത്ത് വരുന്നതുകൊണ്ടും ചെയ്ത് തരുന്നതുകൊണ്ടുമാണല്ലോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരെ നമ്മൾ ആ ഒരു രീതിയിലൊക്കെ കെയർ ചെയ്യുക. അതാണ് ഇവിടെ ഇക്കാൻ്റെ ഒപ്പം പറയട്ടാ. അത് സത്യം തന്നെയാണല്ലോ അല്ലേ. ചിലർ പണിക്കാർക്ക് യാതൊരു വാല്യൂ കൊടുക്കാതെ എന്തെങ്കിലും ആവട്ടെ നമ്മൾ കൂലി കൊടുക്കണ്ടല്ലോ അങ്ങനെ ചിന്തിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ നമുക്കൊരു കാര്യം ചെയ്തു തരുമ്പോൾ അതിന് അവർക്ക് കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്റ്റും കാര്യമൊക്കെ അവർക്ക് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ അവിടെ. അപ്പോൾ ബിരിയാണി ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെങ്ങാണ്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റൊക്കെയാണല്ലോ. ഇന്നെന്തോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു മൂടൊക്കെ തോന്നിയപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗ്യാസിൽ ഞാനിന്ന് വെക്കണേ ഇല്ല കേട്ടോ. മൊത്തത്തിൽ വിറകടുപ്പിൽ തന്നെയാണ് ആക്കുന്നത്. ഈ വിറകിൻ്റെ അടുപ്പുണ്ടല്ലോ, അത് ഇങ്ങോട്ട് നല്ല രീതിയിൽ കത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്യാസ് സത്യം പറഞ്ഞാൽ ആവശ്യമില്ല തോന്നും. നല്ല കനലൊക്കെ ഉള്ള അടുപ്പാണ്, നല്ല ഉണങ്ങിയ വിറകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്യണമെങ്കിൽ നല്ല രസമാട്ടോ. മുന്നേ ഞാനങ്ങനെ വിറകടുപ്പ് യൂസ് ചെയ്യില്ലായിരുന്നു. ചോറ് മാത്രം വെക്കും, ബാക്കിയൊക്കെ സ്റ്റൗവിലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ വിറകടുപ്പിലേക്ക് തന്നെ മാറി വരുന്നുണ്ട്. എന്തോ അതിനോട് ഇങ്ങനെ ഒരു ഇഷ്ടം കുറച്ചിങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബിരിയാണി പരിപാടി മൊത്തം വിറകടുപ്പിൽ തന്നെയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ബിരിയാണി കഴിക്കാൻ ഇവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഹിന്ദുസാണ് പണിക്കാർ. അപ്പോൾ അവർ പറയും അവർ വെക്കണതിനേക്കാൾ നല്ല സൂപ്പറായിട്ട് നമ്മളാണ് ബിരിയാണി വെക്കുക, മുസ്ലിംസാണ് എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ബിരിയാണിനോട് അവർക്കൊരു മുഹബത്ത് കൂടുതലാണ്. നമുക്ക് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കുറേ ആയിട്ട് അറിയുന്നതുകൊണ്ട് അറിയാം.
അപ്പോൾ സാധാ ചോറ് കൊടുക്കണേക്കാളും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ. അവർ വീട്ടിൽ ഉണ്ടാക്കാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷേ എന്തോ പൊതുവേ അങ്ങനെ ഒരു പറച്ചിലാണല്ലോ മുസ്ലിംസാണ് ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ, ആ ഒരു രീതി അങ്ങനെ തന്നെ. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത ആ ഒരു അടുപ്പത്തിൻ്റെ വേഗം ബിരിയാണി അങ്ങോട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. നല്ല കനലുണ്ടായിരുന്നു, അപ്പോൾ തീയൊക്കെ കെട്ട് പോണതിൻ്റെ മുന്നേ തന്നെ വേഗം പാത്രമൊക്കെ വെച്ചിട്ട് അതങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു മിൽമൻ്റെ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ തോന്നലുണ്ട് കേട്ടോ. മുന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഡാൽഡൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയിരുന്നു, അതിനേക്കാളും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നത് ഓയിലും ഈ നെയ്യും കൂടെ ചേർത്തുണ്ടാക്കുമ്പോഴാണ് കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കും, ബാക്കി ഈ നെയ്യ് എടുത്തിട്ട് അങ്ങനെ. മിൽമൻ്റെ തന്നെ ആവണമെന്നില്ല ഏതായാലും, പക്ഷേ ഞാൻ അതേപോലെ ബിരിയാണീൻ്റെ ഈ മസാല റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് 1-2 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കലൊന്നും ഇല്ലല്ലോ, പക്ഷേങ്കിൽ ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറൊക്കെയാണ് അങ്ങനെ. അപ്പോൾ ഞാൻ കയ്യിലുണ്ടാകുമ്പോഴൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ തൈര്, ഇത് മൂന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ ബിരിയാണീൻ്റെ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല അടിപൊളിയായാലാണല്ലോ ചോറും നന്നായിട്ട് വരിക അല്ലേ, അത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ തൈര് ചേർക്കും, മിൽമ നെയ്യ്, അതേപോലെ തന്നെ മാഗി ക്യൂബ്, ഇതൊക്കെ ഇങ്ങോട്ട് ചേർത്തിട്ട് ബിരിയാണീൻ്റെ മസാല റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിരിയാണി സൂപ്പറായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ റൈസ് വേവിക്കുമ്പോൾ വെന്ത് ഉടഞ്ഞ് കഞ്ഞി പോലെ ആവാതെ നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രേവി തയ്യാറാക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ റെഡിയായി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നാണ്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ മസാലയിൽ പിടിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഇല്ലേ, ഈ മസാല വഴറ്റിയെടുക്കുന്ന സമയത്ത് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവമാണല്ലോ നമ്മളെ മല്ലിയില. ബിരിയാണി വെക്കുമ്പോൾ മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഏകദേശം അവിടെ സെറ്റായിട്ടാണ്. അപ്പോൾ നമ്മളെന്താ പണികളൊക്കെ ഏകദേശം ഇവിടെയും റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ബർഗറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ, അൽഹംദുലില്ലാ. അതേപോലെ തന്നെ മുറ്റത്ത് മതിലൊക്കെ കുറച്ച് ലെവലാക്കാനൊക്കെ ഉണ്ടായിരുന്നു. മുന്നേ മതിലുണ്ടായിരുന്നു, അതൊരു ചെറിയതായിട്ട് അങ്ങനെ കിടക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് പൊളിച്ച് ആദ്യമൊക്കെ ഒന്ന് ശരിയാക്കി കെട്ടാനും തേക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ കേട്ടോ. പിന്നെ ബാക്കിൽ മതിൽ കെട്ടേണ്ടത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയും കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഓട് ഇവിടെ തറവാടിൻ്റെ ഓട് പൊളിച്ചിട്ട് കുറേ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. സ്ഥലം അങ്ങനെ മുടക്കിയിരിക്കാന്നല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല, ആർക്കും ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഇങ്ങനത്തെ ഓടൊന്നും. അപ്പോൾ അതെടുത്തിട്ട് ഇതാ മതിലിന് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടുന്ന രീതിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതും തേച്ച് കൊടുത്തു. മതിലിൻ്റെ പണിയൊക്കെ ഒപ്പമുള്ള സമയത്ത് തന്നെ ചെയ്തതായിരുന്നു കേട്ടോ. ബർഗറിൻ്റെ പണിയാണ് അവിടെ പെൻഡിങ് ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ അത് ഇന്ന് ഏകദേശം തീർത്തിട്ടുണ്ട്, ഏകദേശം അല്ല ഫുള്ളായിട്ട് തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. റൈസ് വേവിച്ചിട്ട് മേലെ ഇട്ടിട്ട് അങ്ങോട്ട് ദം ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നും ആ കിച്ചണിൽ കയറുന്ന സമയത്ത് ഒരു ജഗപുകയാണ്, അതും ഇതൊക്കെ ഒരിക്കലും വെക്കലൊക്കെ ഇട്ട, പക്ഷേങ്കിൽ ബാക്കി പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കഴിയണമാതിരി തോന്നും കേട്ടോ. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, സവാള കട്ട് ചെയ്യുക അങ്ങനെയുള്ള ഓരോന്നോരോന്നിങ്ങനെ അടുപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സാധാ ചോറും കറിയൊക്കെ ഉണ്ടാക്കണേക്കാളും എളുപ്പം പണി കഴിയുന്ന ഒരു സംഗതിയാണ് ബിരിയാണി എന്നിട്ടാ. അപ്പോൾ ഇതാ നമ്മൾ നാടൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ഇതേപോലെ ദം ചെയ്തെടുത്തെങ്കിലല്ലേ ഒരു റാഹത്തായിട്ട് തോന്നുള്ളൂ അല്ലേ. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു കുറവുകളൊക്കെ പോലെ തോന്നലുണ്ട്. നമ്മളിപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റൗവിൽ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്തിട്ടല്ല കഴിക്കുന്നത്, പക്ഷേങ്കിൽ വിറകടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ ഇത് നിർബന്ധമായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ റെഡിയായി പണിക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അധികം സലാഡും ചമ്മന്തിയൊക്കെ അതും കൂടി റെഡിയാക്കിക്കണം കേട്ടോ. പിന്നെ അവർ കഴിക്കണതൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ഇനിയിപ്പോൾ ഇത് എവിടേക്കാണ് പോകണമെന്നായിരിക്കും. ഇതിൻ്റെ വിശേഷങ്ങൾ ഇൻഷാ അല്ലാ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഫാമിലി നമ്മൾ ഒന്നിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്ത ഷോർട്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, താങ്ക് യു.